ചില സമയങ്ങളിൽ നമ്മളെല്ലാം ഒന്ന് നിർത്തിവെക്കും. ഒരു അനിശ്ചിതാവസ്ഥ വന്ന് നമ്മളെ മൂടും. ചില സന്ദർഭങ്ങളിൽ ഒരു പോസ് എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അതെ, അതൊരു നിശബ്ദതയാണ്, പൊരുത്തപ്പെടലിന്റെ നിശബ്ദത. ചുറ്റും അനിശ്ചിതത്വം നിറഞ്ഞപ്പോൾ ഞങ്ങളും ഒന്ന് നിശബ്ദരായി നിന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീട്ടോക്കിൽ പുതിയ വീഡിയോകൾ ഒന്നും തന്നെ പബ്ലിഷ് ചെയ്തില്ല. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, പ്രതിസന്ധികൾക്കിടയിലും ജീവിതം മുന്നോട്ട് പോവേണ്ടതാണ്. ലെറ്റ്സ് മൂവ് ഓൺ. ഓർക്കുന്നുണ്ടോ, ഈ കഴിഞ്ഞ ഞായറാഴ്ച മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിരുന്നു, അന്താരാഷ്ട്ര വനിതാ ദിനം. അതെ, ഈ അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്നത്തെ സാഹചര്യത്തിൽ കേവലം ഒരു ആഘോഷമല്ല. കാരണം നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ത്രീകൾ പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. വീട്ടോക്കും അതേ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതേ സന്ദേശം കൈമാറുകയാണ്. ഏത് പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും. ഈ വർഷത്തെ വനിതാ ദിനം പറയുന്നത് അതാണ്. ഏത് പ്രതിസന്ധിയിലും തളരാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. വീട്ടോക്ക് അന്താരാഷ്ട്ര വനിതാ ദിനത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു റീസ്റ്റാർട്ട് നടത്തുകയാണ്. ഇത്തവണത്തെ എപ്പിസോഡിൽ ഒരു വനിതയെ നമ്മൾ ഓർക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക പോർട്ടൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഈ വനിതാ ദിനത്തിൽ വായിക്കാനിടയായി. അവരെക്കുറിച്ചാണ് ഇന്ന് വീട്ടോക്കിൽ. 1825 അമേരിക്കയിൽ ജനിച്ച ആന്റോണറ്റ് ബ്രൗൺ ബ്ലാക്ക്വെൽ എന്ന വനിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശാസ്ത്രത്തിലും എഴുത്തിലും വനിതകൾക്ക് വേണ്ടി ശക്തിയായി പ്രതികരിച്ച അവരെ ബ്ലാക്ക്വെൽ എന്ന് നമുക്ക് വിളിക്കാം. എല്ലാവരും ചാൾസ് ഡാർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ മുന്നിൽ ജീവന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് പരിണാമ സിദ്ധാന്തം വഴി തുറന്നു കാട്ടിയ ഒരു അതുല്യ പ്രതിഭയാണ് ചാൾസ് ഡാർവിൻ. ഈ ഡാർവിനെ തന്നെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ ഈ ബ്ലാക്ക്വെൽ 1875 ഒരു കൃതി പ്രസിദ്ധീകരിച്ചു. ദ സെക്സസ് ത്രൂ ഔട്ട് നേച്ചർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഡാർവിൻ വരുത്തിയ വലിയൊരു പിഴവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ബ്ലാക്ക്വെൽ ഈ പുസ്തകത്തിലൂടെ ചെയ്തത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, തന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഡാർവിൻ പുരുഷ മേധാവിത്വം മാത്രമുള്ള ജീവിവർഗങ്ങളെ തിരഞ്ഞെടുക്കുകയും സ്ത്രീ മേധാവിത്വമുള്ളതോ തുല്യത ഉള്ളതോ ആയിട്ടുള്ള ജീവിവർഗങ്ങളെ സൗകര്യപൂർവ്വം അവഗണിക്കുകയും ചെയ്തു എന്ന് തെളിവ് സഹിതം ബ്ലാക്ക്വെൽ സമർത്ഥിച്ചു. 19ാം നൂറ്റാണ്ടിലെ പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഡാർവിനും മുക്തനായിരുന്നില്ല എന്നതാണ് സത്യം. ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കണ ആ ഒന്നൊന്നര ചോദ്യങ്ങളുണ്ട്. അതായത്, പുരുഷന്മാരുടെ അത്രയും സ്പീഡിൽ സ്ത്രീകൾക്ക് ഓടാൻ പറ്റുമോ? പുരുഷന്മാരെ അരിച്ചാക്കുകളും അതുപോലെ വെയിറ്റുള്ള ഒരുപാട് സാധനങ്ങളും നിഷ്പ്രയാസം എടുത്തു പൊക്കുമ്പോൾ അതുപോലെ സ്ത്രീകൾക്ക് എടുത്തു പൊക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാം. ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ജീവശാസ്ത്രപരമായി സ്ത്രീകളെ അടിച്ചമർത്തുക, ഒതുക്കുക അല്ലെങ്കിൽ സൈലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇന്നും തുടരുന്ന കാര്യമാണ്, അന്നും അത് നിലനിന്നിരുന്നു. ബുദ്ധിശക്തിയിലും ചിന്താശേഷിയിലും ഭാവനയുടെ കാര്യത്തിലും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഏറെ മുകളിലാണെന്നായിരുന്നു ഡാർവിൻ വിശ്വസിച്ചിരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇണകളെ ആകർഷിക്കാനും അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരന്തരമായ മത്സരങ്ങൾക്കിടയിൽ പുരുഷന് ഉയർന്ന ബുദ്ധിശക്തി ലഭിച്ചു എന്നായിരുന്നു ഡാർവിന്റെ വാദം. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക്വെൽ അതിനെ പൊളിച്ചെടുക്കിയത്. വനിതാ ദിനം എന്നാൽ കേവലം പൂക്കളും ആശംസകളും കൊണ്ട് സ്ത്രീകളെ പ്രശംസിക്കുക എന്നല്ല. സ്ത്രീകൾ ചരിത്രത്തെയും ശാസ്ത്രത്തെയും മാറ്റിയിട്ടുണ്ട്. അവരുടെ സംഭാവനകൾ എക്കാലത്ത് നമ്മൾ ഓർമ്മിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക്വെല്ലിനെയൊക്കെ പോലെയുള്ള ധീരരായിട്ടുള്ള സ്ത്രീകൾ അന്നത്തെ കാലത്ത് നടത്തിയിട്ടുള്ള ഈ പിന്തിരിപ്പൻ ചിന്താഗതികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഇന്നും നമുക്ക് പ്രചോദനമാണ്. സോ ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ നമ്മൾ ആക്ച്വലി ഇതുപോലെയുള്ള സ്ത്രീകളും കൂടി അടങ്ങുന്ന അവകാശ സമരങ്ങളെയൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വീട്ടോക്കിന്റെ ഈ എപ്പിസോഡ് ഒരു വനിതാ ദിന ആശംസ മാത്രമുള്ള വീഡിയോ അല്ല, മറിച്ച് പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് പോകാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർക്കുക, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സൗകര്യങ്ങൾക്കും കാരണം നമുക്ക് മുന്നേ ജീവിച്ചു മരിച്ചുപോയ ഒരുപാട് സ്ത്രീകളുടെ പോരാട്ട വീര്യം കൊണ്ടുകൂടിയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.
അധികൃതരുടെ അറിയിപ്പുകളും അലർട്ടുകളും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം.